ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി മുട്ടപ്പത്തിരീൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സാധാ ചപ്പാത്തി മാവാണ്. നിങ്ങൾ ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൽ നമ്മളൊരു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വലുതാക്കി പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഓയിലോ വെളിച്ചെണ്ണോ, ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എന്ത് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പുരട്ടി കൊടുത്തു. എന്നിട്ട് കുറച്ച് പൊടി സാധാ നമ്മളെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ ഞാനൊരു സൈഡ് മടക്കി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഇത്തിരി വെളിച്ചെണ്ണ തേച്ചു. പിന്നെ അപ്പുറത്തെ സൈഡും മടക്കി അതിൻ്റെ മേലും നമ്മൾ ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തുള്ള ഭാഗമില്ലേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്, അങ്ങനെ നമുക്ക് രണ്ട് സൈഡും മടക്കണം. ഇനിയാണ് നമ്മൾ 4 മൂലകൾ കൂട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ നടുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു സ്ക്വയറായിട്ടുള്ള നമുക്കൊരു പീസ് കിട്ടും. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് എന്താക്കുക, ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതിൻ്റെ 2 മൂലകൾ തമ്മിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ നല്ല ഷേപ്പായി കിട്ടും. ചതുരമല്ല റൗണ്ടും അല്ലാത്തൊരു നല്ലൊരു ഷേപ്പായി കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് അതാണ്. ഓവർ ചതുരമായി കഴിഞ്ഞാലും അത്ര നല്ല ഷേപ്പല്ല. അപ്പോൾ ഇതാ ഈ ഷേപ്പ് കുഴപ്പമില്ല ഏതായാലും. ഇപ്പം ഇങ്ങനെ പരത്തിയെടുക്കുക. അത്യാവശ്യം കട്ടിയിൽ പരത്തിയെടുക്കണം, ഓവർ തിന്നാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും പിന്നെ ഏലക്കായും പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പത്തിരി ചുടാൻ ഒരു കല്ലിലോട്ട് നെയ്യ് ചേർത്തിട്ട് നമുക്ക് പത്തിരീൻ്റെ മടക്കില്ലാത്ത സൈഡ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഭാഗം ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് മറിച്ചിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടിൽ വേണം ഈ പത്തിരി ഉണ്ടാക്കാൻ, അല്ല പൊള്ളി കിട്ടില്ല. അപ്പോൾ ഇതാ അടിയിലുള്ള ഭാഗവും ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് മറിച്ചിട്ടിട്ട് എന്താക്കണം, ഇതിൻ്റെ ഈ ഒരു പൂ പോലുള്ള സംഭവം ഉണ്ടല്ലോ, ഈ വിടർന്ന് വരുന്ന കുറച്ച് പൊള്ളിയൊക്കെ വന്ന് ഇനി നമുക്ക് ഈ ഒരു മടക്കുള്ള ഭാഗം ഇങ്ങനെ അടർത്തി വെക്കാം. ഇങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതിങ്ങനെ അടർത്തി വെക്കാം. ഇത് ശരിക്കും കണ്ണച്ചവത്തിരി കേട്ടോ, നമ്മളെ കോഴിക്കോട് സൈഡിലുള്ള. അപ്പോൾ അതാ ഇനി അതിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ഇട്ടിട്ടുള്ള എഗ്ഗ് കേട്ടോ. അപ്പം അത് ഉള്ളിലോട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് കുറച്ച് നെയ്യും ചേർത്തിട്ട് നമ്മൾ മറിച്ചിടാം. മെല്ലെ മറിച്ചിട്ടാൽ ഇങ്ങനെ ആവും. അപ്പോൾ സൈഡിലേക്കുള്ളതൊക്കെ ഒന്ന് പത്തിരിമയിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിലും ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ എഗ്ഗ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഓവർ മധുരം ഇടണ്ട, കാരണം എഗ്ഗിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. ഇപ്പോൾ ദാ നമ്മൾ ഫുള്ളും എഗ്ഗ് ഒഴിച്ച് കൊടുത്തു. ഞാൻ ഒരു എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പത്തിരിക്ക് കുറച്ച് നെയ്യും ചേർത്ത് വീണ്ടും മറിച്ചിട്ട് അപ്പോൾ ദാ നമ്മളെ മുട്ടപ്പത്തിരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.